നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചില ഫിക്സർമാരുടെ, ചില ഇടനിലക്കാരുടെ, ചില ഓപ്പറേറ്റേഴ്സിൻ്റെ, ചില മാനേജേഴ്സിൻ്റെ കയ്യിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞത് മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയാണ്. രഞ്ജൻ ഗൊഗോയ് റിട്ടയർമെൻറ്റിന് ശേഷം വല്ലാതെ അപമാനിക്കപ്പെട്ട ഒരു സുപ്രീം കോടതി ജഡ്ജാണ്. അദ്ദേഹം രാജ്യസഭാംഗമായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉന്നയിച്ച കുറ്റം. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ സുപ്രീം കോടതി ജഡ്ജിമാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാജ്യസഭാംഗമായവർ, ഗവർണറായി പോയവർ, ഗവർണറായി കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ജഡ്ജിയായവർ, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ കാണാം. അതൊന്നും ആരും കണ്ടില്ല. രഞ്ജൻ ഗൊഗോയിയെ കുരിശിലേറ്റാൻ എല്ലാവരും ഒരുമിച്ച് കൂടി. ഇതിന് കാരണം രഞ്ജൻ ഗൊഗോയ് രാമജന്മഭൂമി ജഡ്ജ്മെൻ്റ് എഴുതി എന്നുള്ളതാണ്. ആ ജഡ്ജ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ ആയിരുന്നു. 5 ജഡ്ജിമാർ ഏകസ്വരത്തിൽ എഴുതിയ ജഡ്ജ്മെൻറ്റ്. അത് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റാണ്. പക്ഷേ അതിൻ്റെ പേരിൽ രഞ്ജൻ ഗൊഗോയ് ക്രൂശിക്കപ്പെട്ടു. അതിൽ രഞ്ജൻ ഗൊഗോയ് വാദം കേൾക്കുന്നത് തന്നെ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. രഞ്ജൻ ഗൊഗോയുടെ പേരിൽ ഒരു ലൈംഗിക അപവാദ കേസ് വരെ വന്നു. അത് സുപ്രീം കോടതിക്കുള്ളിലെ കമ്മിറ്റി തന്നെ അന്വേഷിച്ച് അതിൽ കഴമ്പൊന്നുമില്ല എന്ന് കണ്ട് തള്ളി. അത് വേറൊരു അപവാദമായിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. സുപ്രീം കോടതിക്കുള്ളിലെ കമ്മിറ്റിയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്വാധീനിക്കാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അതിനു മുമ്പ് രാമജന്മഭൂമി കേസ് കേട്ടത് ദീപക് മിശ്രയായിരുന്നു. ദീപക് മിശ്ര ആ കേസ് കംപ്ലീറ്റ് ഹിയർ ചെയ്യും എന്ന അവസ്ഥ വന്നപ്പോൾ കപിൽ സിബലും കൂട്ടരും ചേർന്ന് ദീപക് മിശ്രയ്ക്കെതിരെ ഇംപീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചു. ദീപക് മിശ്ര ആ വാദം കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി. വാസ്തവത്തിൽ ദീപക് മിശ്ര ഫുൾ കോർട്ടിൽ അന്ന് പെറ്റീഷണറായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എല്ലാവരുടെയും സമ്മതം റൈറ്റിങ്ങിൽ വാങ്ങിച്ച് ഹാജരാക്കിയാൽ ഞാൻ രാമജന്മഭൂമി കേസ് ഡേ ടു ഡേ ഹിയറിങ്ങിന് വയ്ക്കാം എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് അന്നുണ്ടായിരുന്ന 33 പെറ്റീഷണർമാരും ഇൻ്റർവീനിങ് ആപ്ലിക്കേഷനും ഒക്കെ അടക്കം 33 പേരെ നേരിട്ട് കണ്ട് സുബ്രഹ്മണ്യൻ സ്വാമി എല്ലാവരുടെയും കൺസെൻറ്റ് സുപ്രീം കോടതിയിൽ ഹാജരാക്കി. ഇതായിരിക്കുന്നു കൺസെൻറ്റ്. അതിൽ ബദ്ധശത്രുവായ അസദുദ്ദീൻ ഒവൈസിയുടെ കൺസെൻറ്റ് വരെ ഉണ്ടായിരുന്നു. കാരണം ബദ്ധശത്രുവാണെങ്കിലും അസദുദ്ദീൻ ഒവൈസി പറഞ്ഞു, ഈ കേസ് ഡേ ടു ഡേ ഹിയറിങ്ങിന് പോകേണ്ടതാണ്, തീരേണ്ടതാണ് എന്ന്. അക്കാര്യത്തിൽ എനിക്ക് യോജിപ്പാണെന്ന് പറഞ്ഞിട്ട് അസദുദ്ദീൻ ഒവൈസിയും ഒപ്പിട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ ചേർത്ത് സ്വാമി ഹാജരാക്കിയിട്ടും ദീപക് മിശ്രയ്ക്ക് ആ ഹിയറിങ്ങിന് പോകാൻ ധൈര്യമുണ്ടായില്ല. അതിനുശേഷമാണ് രഞ്ജൻ ഗൊഗോയുടെ വരവ്. രഞ്ജൻ ഗൊഗോയ് അത് കേസ് കേട്ടു, വിധിയും പറഞ്ഞു. രഞ്ജൻ ഗൊഗോയ്ക്ക് ഒരുപാട് അപമാനം അതിനുവേണ്ടി സഹിക്കേണ്ടി വന്നു. ഒരുപക്ഷെ ഇന്നും ചിലരൊക്കെ ഒളിയമ്പുകൾ ചെയ്യുന്നുണ്ട് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ. കോടതി ചില ഫിക്സർമാരുടെ കയ്യിലാണ് എന്ന് രഞ്ജൻ ഗൊഗോയ് പറയാൻ കാര്യമിതാണ്. രാമജന്മഭൂമി കേസിൽ മുസ്ലിം ഭാഗത്തു നിന്ന് വാദിക്കാൻ തുടങ്ങിയ ഒരു വക്കീലാണ് കപിൽ സിബൽ. പിന്നീട് കോൺഗ്രസ്സുകാരിടപെട്ട് കപിൽ സിബലിനോട് ആ കേസ് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. കാരണം അന്ന് കപിൽ സിബൽ കോൺഗ്രസിൻ്റെ MP ആയിരുന്നു. ഇന്നിപ്പോൾ കപിൽ സിബൽ സമാജ്വാദി പാർട്ടിയുടെ MP ആണെന്നാണ് അറിയുന്നത്. അഭിഷേക് മനു സിംഗ്വി കോൺഗ്രസിൻ്റെ MP ആണ്. രണ്ടുപേരും രാജ്യസഭയിലാണ്. വാസ്തവത്തിൽ അഡ്വക്കേറ്റ്സ് ആക്ട് അനുസരിച്ച് ശമ്പളം കിട്ടുന്ന മറ്റൊരു ജോലി വക്കീലന്മാർ ചെയ്തുകൂടാ. മാസശമ്പളം പറ്റുന്ന ഒരു ജോലിയോ ബിസിനസ്സോ ഒന്നും തന്നെ അവർ ചെയ്തുകൂടാ. അവർ വക്കീൽ പണി മാത്രമേ ചെയ്യാവുള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടുവേണം അവർ ജീവിക്കാൻ. ഇതാണ് ചട്ടം. ബട്ട് ഈ ചട്ടം അഭിഷേക് മനു സിംഗ്വിക്കും കപിൽ സിബലിനും ബാധകമല്ല. അവർ രാജ്യസഭയിൽ നിന്ന് ശമ്പളവും TADA അതെല്ലാം വാങ്ങുന്നു. ആ കാശിൻ്റെ പുറത്ത് അവർ
ദേശവിരുദ്ധമായ ആൾക്ക് പ്രവൃത്തി ചെയ്ത ആളുകൾക്ക് ജാമ്യം വാങ്ങിച്ചു കൊടുക്കുന്നു. അവർക്ക് തോന്നിയ കേസുകളൊക്കെ അവർ കൊണ്ടുവരുന്നു. അവർ കൊണ്ടുവരുന്ന കേസുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഹിയറിങ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുക്ക് ചുമ്മാ നടന്ന് കയറിയിട്ട് എൻ്റെ ഒരാൾക്ക് പോലീസ് പിടിക്കാൻ പോകുന്നു, അയാൾക്ക് ജാമ്യം വേണമെന്ന് പറഞ്ഞിട്ട് വെർബൽ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് കപിൽ സിബൽ ഇറങ്ങിപ്പോകും. കപിൽ സിബൽ അറിയാതെ സുപ്രീം കോടതിയിൽ ഒരു കാര്യവും ചലിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്താണ് ഇവരുടെയൊക്കെ പിടിപാട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് താല്പര്യമുള്ളവർ തന്നെ കണ്ടുപിടിക്കുക. കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്വി, പ്രശാന്ത് ഭൂഷൺ, ദുഷ്യന്ത് ദവേ, വൃന്ദ ഗ്രോവർ, ഇന്ദിരാ ജയ്സിംഗ്, ഇങ്ങനെ വലിയൊരു ലെഫ്റ്റ് റിബലൽ വോക്ക് ഗാങ് അവർ സുപ്രീം കോടതിയിലുണ്ട്. അവർക്ക് ഏത് കോടതിയിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെന്ന് ഏത് പാതിരയ്ക്കും ഓർഡർ വാങ്ങിച്ചുകൊണ്ട് പോകാം. അങ്ങനെയാണ് നമ്മളുടെ DY ചന്ദ്രചൂഡിനെതിരെയുള്ള ഈ അപവാദം ഇപ്പോൾ നിലനിൽക്കുന്നത്. DY ചന്ദ്രചൂഡിനെ സ്വാധീനിച്ച് ടീസ്റ്റ സെതൽവാദിന് ഇതുപോലെ ജാമ്യം വാങ്ങിക്കൊടുത്തു. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു. 2 അംഗ ബെഞ്ച് വെച്ചു, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായി. അപ്പോൾ 3 അംഗ ബെഞ്ച് വെച്ചു. അങ്ങനെ അവധി ദിവസമായിട്ടും രാത്രി 9:15 മണിയോടെ ടീസ്റ്റ സെതൽവാദിന് ജാമ്യം കൊടുത്ത കഥ. ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം, ഇന്നലെ അതായത് മെയ് 16 ജസ്റ്റിസ് ബേല M ത്രിവേദി എന്ന ലേഡി ജഡ്ജ് റിട്ടയർ ചെയ്തു. അവർ റിട്ടയർ ചെയ്തേണ്ടിയിരുന്നത് ജൂൺ 9 പക്ഷേ മെയ് 16 വെക്കേഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് മെയ് 9 സുപ്രീം കോടതി അവധിയായിരിക്കും, ജൂൺ 9 അവധിയായിരിക്കും എന്നുള്ളത് കൊണ്ടും അവർ മെയ് 16 തന്നെ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു സുപ്രീം കോർട്ട് ജസ്റ്റിസ് റിട്ടയർ ചെയ്യുമ്പോൾ 3 യാത്രയയപ്പുകളാണ് അവർക്കുള്ളത് ട്രഡീഷണലി. അതിലൊന്ന് സെറിമോണിയൽ ബെഞ്ച് എന്ന് പറയും. ചീഫ് ജസ്റ്റിസിൻ്റെ കൂടെ അവരും വേറൊരു ജഡ്ജും ഇരുന്നിട്ട് ഒരു കോടതി അന്ന് പ്രവർത്തിക്കും. 5-6 കേസുകൾ കേൾക്കും. അത് കഴിയുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഇവർക്ക് വേണ്ടി ഒരു യാത്രയയപ്പ് പ്രസംഗം നടത്തും. കൂടെ ഇരിക്കുന്ന ജഡ്ജ് നടത്തും, പ്രമുഖ വക്കീലന്മാർ നടത്തും. ഇത് കഴിയുമ്പോൾ സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ വൈകുന്നേരം 4:30 അവർക്ക് യാത്രയയപ്പ് സമ്മേളനം, അതിലവരെ ആദരിച്ച് സംസാരിക്കും. അത് കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ്സ് അസോസിയേഷൻ, അങ്ങനെ ഒരു അസോസിയേഷനുണ്ട്. സുപ്രീം കോടതിയിൽ വക്കീലന്മാർക്ക് 2 അസോസിയേഷനാണ്. ഒന്ന് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ വക്കീലന്മാരും ചേർന്നുള്ള സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ. മറ്റൊന്ന് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ. അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ അവകാശമുള്ള വക്കീലന്മാരുടെ അസോസിയേഷൻ. സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയെ പോലെയോ കീഴ്ക്കോടതി പോലെയോ അല്ല, എല്ലാ വക്കീലന്മാർക്കും പോയി കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. അതിന് പ്രത്യേക പരീക്ഷ പാസ്സായ ക്വാളിഫൈഡ് ആയിട്ടുള്ള വക്കീലന്മാരുണ്ട്. അവർ വഴിക്ക് വേണം ഹർജി ഫയൽ ചെയ്യാൻ. അവരുടെ ഒപ്പും വക്കാലത്തുമായിട്ട് ഹർജി ഫയൽ ചെയ്യും. ആർഗ്യൂ ചെയ്യുന്നത് ഭാരതത്തിലെ ഏത് വക്കീലിനും ആർഗ്യൂ ചെയ്യാം. പക്ഷേ ഹർജി ഫയൽ ചെയ്യുന്നത് ഈ അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് എന്ന് പറയുന്ന ആളിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അതിന് സ്ട്രിഞ്ചൻ്റായിട്ട് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് ആവാനായിട്ട് 3-4 പരീക്ഷയുണ്ട്, ഒരുപാട് കടമ്പകളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് ആവുന്നത്. അവർ വേണം ഹർജി ഫയൽ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ 2 അസോസിയേഷൻ, സുപ്രീം കോർട്ട് ബാർ അസോസിയേഷനും അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്സ് അസോസിയേഷനും, ഈ 2 അസോസിയേഷനും ജസ്റ്റിസ് ബേല M ത്രിവേദിക്ക് യാത്രയയപ്പ് നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് കപിൽ സിബലാണ്. വൈസ് പ്രസിഡൻറ്റ് രഞ്ജന ശ്രീവാസ്തവ എന്ന വക്കീലാണ്. ഈ 2 വക്കീലന്മാരും ഈ സെറിമോണിയൽ ബെഞ്ചിൻ്റെ ഹാളിൽ ഹാജരായിരുന്നു. തൻ്റെ ആശംസാ പ്രസംഗത്തിൽ ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ
ഗവായ്, അദ്ദേഹം നിശിതമായിട്ട് സുപ്രീം കോടതി ബാർ അസോസിയേഷനെയും അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡിനെയും വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കാണിക്കുന്നത് മര്യാദകളാണ്. ഒരു യാത്രയയപ്പ് പോലും ഒരു ജഡ്ജിക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതപ്പര്യന്തം സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത കാര്യമാണ്. അതേസമയം സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ആരെയാണോ ചീഫ് ജസ്റ്റിസ് വിമർശിക്കുന്നത് അതിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും മുമ്പിലിരിക്കുന്നു. അവരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗവായ് പുകഴ്ത്തുകയും ചെയ്യുന്നു. ഇവിടെ ഈ കോർട്ട് ഹാളിൽ കപിൽ സിബലും രഞ്ജന ശ്രീവാസ്തവയുമുണ്ട്. അവർ ഹാജരായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നും പറയുന്നു. ചേട്ടാ, ഈ രണ്ട് പേരാണ് സുപ്രീം കോടതി ബാർ അസോസിയേഷനെ നയിക്കുന്നത്, പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും. അവർ വിചാരിച്ചാൽ ഈ യാത്രയയപ്പ് കൊടുക്കാനും പറ്റും. കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച യോഗ്യനും യോഗ്യതയും കൂടെ ഈ കോടതി മുറിയിൽ വന്നു. അതിന് നന്ദി പറയുന്നു ചീഫ് ജസ്റ്റിസ്. അവരെ ഒന്ന് സുഖിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് എനിക്കറിയില്ല. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ സുപ്രീം കോടതി ബാർ അസോസിയേഷനും അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ്സ് അസോസിയേഷനും നിർദ്ദേശം കൊടുത്തു. നിർദ്ദേശമല്ല, അപേക്ഷയാണ്. നിങ്ങൾ യാത്രയയപ്പ് കൊടുക്കണം, ഇത് ശരിയല്ല കേട്ടോ എന്ന് പറയുന്നു. ഇവർ കൊടുക്കുന്നില്ല, കൊടുക്കാൻ സാധ്യവുമല്ല. കാരണം ജസ്റ്റിസ് ബേലായം ത്രിവേദി അമേരിക്കയ്ക്ക് പോവുകയാണ്. അവരുടെ ഏതോ റിലേറ്റീവിൻ്റെ കല്യാണമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണെന്ന് പറയുന്നു. ഇനി ഇതിനിടയ്ക്ക് തട്ടിക്കൂട്ട് എന്തെങ്കിലും യാത്രയയപ്പ് നടക്കുമോ എന്നറിയില്ല. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? സുപ്രീം കോടതി 1950 സുപ്രീം കോടതി ഉണ്ടായിട്ട് ഇപ്പോൾ 75ാമത്തെ വർഷമാണ്. ഇതുവരെ സുപ്രീം കോടതിയിൽ 11 സ്ത്രീകളെ ജഡ്ജിയായിട്ടുള്ളൂ. സുപ്രീം കോടതി സ്ത്രീകളുടെ അവകാശങ്ങളെപ്പറ്റി ഭീമമായിട്ടൊക്കെ വർത്തമാനം പറയും, ജഡ്ജ്മെൻറ്റിൽ എഴുതിയും വയ്ക്കും. പക്ഷേ സ്ത്രീകളെ അടുപ്പിക്കാൻ പ്രയാസമാണ്. ചരിത്രം മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 11 സ്ത്രീകൾ, അതിനകത്തെ 11ാമത്തെ സ്ത്രീയാണ് ജസ്റ്റിസ് ബേലായം ത്രിവേദി. ഈ ബേലായം ത്രിവേദി ഗുജറാത്തുകാരിയാണ്. അവർ ഗുജറാത്തിൽ സെഷൻസ് ജഡ്ജായിരുന്നു. സെഷൻസ് ജഡ്ജിൻ്റെ പ്രത്യേകത, ഒരു പരീക്ഷ എഴുതി പാസ്സായിട്ടേ സെഷൻ ജഡ്ജ് ആകാൻ പറ്റുള്ളൂ. വേറൊരു ജഡ്ജിയുടെ അനിയനാണ് അളിയനാണ് എന്ന് പറഞ്ഞാലൊന്നും അവിടെ കാര്യം നടക്കുകയില്ല. കാര്യം ലോവർ കോർട്ടാണ്, പക്ഷേ ഈ പരിപാടി അവിടെ നടക്കുകയില്ല. കൊളീജിയമല്ല. പരീക്ഷ എഴുതി പാസ്സായി നിങ്ങളുടെ മെറിറ്റ് തെളിയിച്ചാലേ സെഷൻസ് ജഡ്ജ് ആവാൻ പറ്റുള്ളൂ. ബേലായം ത്രിവേദി പരീക്ഷ എഴുതി പാസ്സായി സെഷൻസ് ജഡ്ജ് ആയപ്പോൾ നേരത്തെ പരീക്ഷ എഴുതി പാസ്സായ അവരുടെ അച്ഛനും ഗുജറാത്തിൽ സെഷൻസ് ജഡ്ജായിരുന്നു. അച്ഛനും മകളും സെഷൻ ജഡ്ജാണ്. പക്ഷേ അച്ഛൻ നോമിനേറ്റ് ചെയ്തതല്ല മകളെ. അച്ഛൻ പരീക്ഷ എഴുതി പാസ്സായി, മകളും പരീക്ഷ എഴുതി പാസ്സായി. മകൾ പിന്നെയും മുകളിലേക്ക് പോയി, ഹൈക്കോടതിയിൽ പോയി, പിന്നെ സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതിയിൽ വന്നിട്ട് ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നു. ഇതാണ് ജസ്റ്റിസ് ബേലായം ത്രിവേദി. ഇവർക്കെല്ലാം ദേഷ്യം വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിബ്ബൽ ആൻഡ് കമ്പനിയുടെ ഓപ്പറേഷന് ബേലായം ത്രിവേദി നാളിതുവരെ വഴങ്ങിയിട്ടില്ല. അവരുടെ ബെഞ്ചിൽ പോയി ബഹളം വെച്ച് കഴിഞ്ഞാൽ അവർ പോയി പണി നോക്കും, നിങ്ങളുടെ കേസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് വന്നാൽ മതി എന്ന് പറയും. ഇന്ന് ഈ കോർട്ട് റൂമിൽ കപിൽ സിബൽ പറഞ്ഞു, ഞാനൊരു UAPA കേസിൽ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു ബേലായം ത്രിവേദിയുടെ ബെഞ്ചിൽ. കുറച്ച് എംപതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അത് ഞാൻ തുറന്ന് പറയുകയും ചെയ്തു. ഐ എക്സ്പെക്റ്റഡ് സം എംപതി ഫ്രം യുവർ ലോർഡ്ഷിപ്സ്. ബേലായം ത്രിവേദി പറഞ്ഞു, ദെൻ യു ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് മീ. ബേലായം ത്രിവേദിയുടെ പ്രിൻസിപ്പിൾ എംപതിയും സിമ്പതിയും വെച്ചൊന്നും അല്ല കോടതി നടക്കുന്നത്, കോടതി നിയമമനുസരിച്ചാണ്. ബേലായം ത്രിവേദി UAPA കേസിലെ പ്രതിക്ക് ജാമ്യം കൊടുത്തില്ല. സഹിക്കാൻ പറ്റുമോ സിബലിന്? സിബൽ ജാമ്യം ചോദിച്ചിട്ട് കൊടുക്കാത്ത ജഡ്ജോ സുപ്രീം കോടതിയിൽ? അന്ന് സിബൽ ചെവിയിൽ നുള്ളിക്കോ എന്ന് മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ സുപ്രീം കോടതിയിൽ വരി തെറ്റിച്ച് വരുന്ന കേസുകൾ, നമ്പർ തെറ്റിച്ച് വരുന്ന കേസുകൾ, ഇതെല്ലാം ഉണ്ടാകുക. ഇതിനെ ചൊല്ലിയും സിബലും ബേലായം ത്രിവേദിയും തമ്മിൽ ഒരിക്കൽ വാഗ്വാദം ഉണ്ടായി. ബേലായം ത്രിവേദി പറഞ്ഞു, ഈ നമ്പർ ഇടുക, നമ്പർ ഇട്ടോ ശരിയായോ എന്നൊക്കെ നോക്കുക വക്കീലന്മാരുടെ ചുമതലയാണ്, ജഡ്ജിമാരുടെ ചുമതലയല്ല.
നിങ്ങൾ കേസ് ഫയൽ ചെയ്യുമ്പോൾ, നിങ്ങളുടെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് ഫയൽ ചെയ്യുമ്പോൾ അയാൾ വേണം നമ്പർ കൃത്യമാണെന്നൊക്കെ രജിസ്ട്രിയിൽ നോക്കാനായിട്ട്. അല്ലാതെ എനിക്ക് വന്ന് നിങ്ങൾ കേസ് ഫയൽ ചെയ്തെങ്കിൽ അതിൻ്റെ നമ്പർ ശരിയാണോ എന്ന് നോക്കാൻ പറ്റുമോ എന്ന് മുഖത്തടിച്ച പോലെ സിബലിനോട് ചോദിച്ചു. സിബലിനോട് ഇങ്ങനെയൊന്നും ചോദിച്ചുകൂടാന്ന്. സിബലാണ് സുപ്രീം കോടതി നടത്തിക്കൊണ്ട് പോകുന്നത്. അത് ബേലായം ത്രിവേദിക്ക് അറിഞ്ഞുകൂടെ? ഇതാണ് സിബലിൻ്റെ മനസ്സിൽ. എന്നെ ചോദ്യം ചെയ്യാനൊരു ജഡ്ജോ? ഇത് കഴിഞ്ഞ ആഴ്ച ടുവേഴ്സ് ദ ലാസ്റ്റ് ഡേയ്സ് ഓഫ് ഹെർ ജഡ്ഷിപ്പ് അവർ പറഞ്ഞു, എനിക്ക് വളരെ വിഷമമുണ്ട്, ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരു ലേഡി വക്കീലിനെതിരെ ഇനിഷ്യേറ്റ് ചെയ്യാൻ എനിക്ക് പ്രയാസമുണ്ട്, അതും ഞാൻ ഇറങ്ങിപ്പോവാൻ ഇനി അധിക ദിവസങ്ങളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ലേഡി അഡ്വക്കേറ്റ് ചെയ്തത് ഒരു കേസിലെ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്തിട്ട് ജയിലിലേക്ക് വിട്ടോളാം എന്ന് അണ്ടർടേക്ക് ചെയ്തു. ഞാൻ ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജാമ്യത്തിനോ എന്താണെന്ന് വെച്ചാൽ വരാം, പക്ഷേ ഇപ്പോൾ അർജൻറ്റായിട്ട് ആ പ്രതി കീഴടങ്ങണം. ഇതായിരുന്നു ബേലായം ത്രിവേദിയുടെ ഓർഡർ. ശരിയെന്ന് പറഞ്ഞു പോയി. ഒന്നും ചെയ്തില്ല, പ്രതിയെ ഹാജരാക്കിയുമില്ല, ഒന്നുമില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പുതിയ സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായിട്ട് ബേലായം ത്രിവേദിയുടെ അടുത്ത് വരുന്നു. ബേലായം ത്രിവേദി ചോദിച്ചു, നിങ്ങളെന്താ ഞാൻ വെറും പൊട്ടിയാണെന്ന് വിചാരിച്ചോ? വേർ ഈസ് യുവർ പേഴ്സൺ? നിങ്ങൾ ജയിലിൽ കൊണ്ടുപോകാം, പോലീസിന് മുമ്പിൽ കീഴടങ്ങാം എന്ന് പറഞ്ഞ ആളെവിടെ? ആ ആളിനെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ അടുത്ത പെറ്റീഷനുമായിട്ട് വന്നിരിക്കുന്നു, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. നിങ്ങൾ വേറൊരു ബെഞ്ചിലാണ് പോയിരുന്നെങ്കിലത്തെ സ്ഥിതി എന്താകുമായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ വക്കീലിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്ന വിധി പറഞ്ഞു തുടങ്ങി. സിബൽ ഓടിപ്പാഞ്ഞ് കോടതിയിൽ വന്നു. കടുപ്പപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യരുത്, ഒരു സ്ത്രീയാണ്. ബേലായം ത്രിവേദി പറഞ്ഞു, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ രണ്ടും ചേർന്നതായിക്കോട്ടെ, നിയമം എല്ലാവർക്കും ബാധകമാണ്. ഇതായിരുന്നു ബേലായം ത്രിവേദി. ബേലായം ത്രിവേദി മോദി സർക്കാരിന് അനുകൂലമായിട്ട് വിധി പറഞ്ഞിട്ടുണ്ട്, എതിരായിട്ടും വിധി പറഞ്ഞിട്ടുണ്ട്. പല കേസുകളിലും അവർ കൃത്യമായ നിയമം മാത്രം നോക്കിയേ വിധി പറഞ്ഞിട്ടുള്ളൂ. അവരുടെ അടുത്ത് ഈ നമ്പറുകളൊന്നും ചിലവാകില്ല. അവർ ടി വിക്കാർക്ക് വേണ്ടി ഹെഡ്ലൈൻസ് കൊടുക്കാറുമില്ല. ഈ ബെഞ്ചിലിരുന്നുകൊണ്ട് അടിക്കുന്ന അടിയുണ്ടല്ലോ, നമ്മളുടെ സൂര്യകാന്ത്, പർദിവാല, ഇവരെയൊക്കെ ചെയ്യുന്ന നമ്പറുകൾ, ഇതൊന്നും ബേലാ ത്രിവേദി ചെയ്യില്ല. പൊതുവെ ലോവർ ജുഡീഷ്യറിയിൽ നിന്ന് വരുന്നവർ ആ ഡിസിപ്ലിൻ പാലിക്കുന്നവരാണ്. ഹൈക്കോടതിയിലാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും അവർക്ക് ആ ഡിസിപ്ലിനുണ്ട്. ദേ നെവർ സ്പീക്ക് ഫോർ ഗാലറി. അവർ നിയമം മാത്രം നോക്കി സംസാരിക്കുന്നവരാണ്. അക്കൂട്ടത്തിലായിരുന്നു ബേലായം ത്രിവേദി. ഏതായാലും ബേലായം ത്രിവേദി അൺസെറിമോണിയസ് ആയിട്ട് ഇറങ്ങിപ്പോയി. കേരള ഹൈക്കോടതിയിൽ ഒരു യാത്രയയപ്പും ഇല്ലാതെ ഒരു ജഡ്ജി പോയിരുന്നു. 10-16 വർഷങ്ങൾക്ക് മുമ്പാണ്. ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം. നവനീതി സിംഗ് എന്നാണ് പേര്. ആരും അറിഞ്ഞില്ല, മലരമ്പൻ അറിഞ്ഞില്ല, മധുമാസം അറിഞ്ഞില്ല എന്ന് പറയില്ല. ആരും അറിയാതെ, ഒരു കൈവീശി കാണിക്കാൻ ഒരാൾ പോലുമില്ലാതെ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഇറങ്ങിപ്പോയി. അദ്ദേഹമായിരുന്നു നവനീതി സിംഗ്. അദ്ദേഹത്തിൻ്റെ കുറ്റം അദ്ദേഹം RSSകാരനായിരുന്നു എന്ന് ആരോ ആരോപിച്ചു. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ പേരിലൊന്നുമല്ല, ബട്ട് അങ്ങനെയാണ് എന്ന് പറഞ്ഞു. RSSകാരുടെ ഏതോ കേസ് അദ്ദേഹം CBIക്ക് വിടുകയോ മറ്റോ ചെയ്തു. അന്ന് UPA സർക്കാരാണ് ഭരിക്കുന്നത്. CBIക്ക് വിട്ടിട്ട് എന്ത് കാര്യം എന്നറിയില്ല. ഏതായാലും അദ്ദേഹം അത് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ബ്ലാക്ക് ലിസ്റ്റിലായി നവനീതി സിംഗ്. ഒരു യാത്രയയപ്പുമില്ലാതെ, ഞാൻ പറഞ്ഞില്ലേ, ലിറ്ററലി ലാസ്റ്റ് മിനിറ്റ് വൈകുന്നേരം കാറിൽ കയറി പോകുമ്പോൾ കൈവീശ കാണിക്കാൻ ഒരു വക്കീൽ വേണമല്ലോ, ഉണ്ടായില്ല. കേരള ഹൈക്കോടതിയിലെ ഒരു വക്കീലന്മാർക്കും അതിന് ധൈര്യമുണ്ടായില്ല. അഭിഭാഷക പരിഷത്ത് അടക്കം ആരും ധൈര്യപ്പെട്ടില്ല. നവനീതി സിംഗ് ഏകനായി ഇറങ്ങിപ്പോയി. അതിനുശേഷമാണ് ഇപ്പോൾ ജസ്റ്റിസ് ബേലാ ത്രിവേദി. ബേലാ ത്രിവേദിയുടെ കാര്യത്തിൽ അവർ 4 BJP എന്നോ 4 RSS എന്നോ അങ്ങനെ ഒരു ആരോപണം പോലുമില്ല. ആകെ ഉള്ള കുഴപ്പം, അവർ ഈ കപിൽ സിബലിനെയും അഭിഷേക് മനു സിംഗ്വിയെയൊന്നും തൊഴാൻ അവർ തയ്യാറായിരുന്നില്ല. ബാക്കിയുള്ള എല്ലാ ജഡ്ജിമാരും
ഇവരെ പേടിച്ചാണ് ജീവിക്കുന്നത്. ഈ വക്കീലന്മാരുടെ കബാൾ, ഇവരുടെ കോട്ടേരി, അതിനെ ഭയന്ന് ജീവിക്കുന്ന അവസ്ഥയാണ് സുപ്രീം കോടതിയിൽ ജഡ്ജിമാർക്കുള്ളത്. ഈ പറഞ്ഞ ആർട്ടിക്കിൾ 142 ഒന്നും ഈ വക്കീലന്മാർക്കെതിരെ പ്രയോഗിക്കാൻ സുപ്രീം കോടതിക്ക് ധൈര്യമില്ല. എന്തുകൊണ്ടില്ല എന്നെനിക്കറിയില്ല. നിങ്ങൾ നോക്കൂ, ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ കേസ് ഇല്ലേ, കത്തിയെ നോട്ട് പിടിച്ച കേസുണ്ടല്ലോ, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? ഏതെങ്കിലും ബാർ അസോസിയേഷൻ അത് ചോദിക്കുന്നുണ്ടോ? ഏതെങ്കിലും വക്കീലന്മാരത് ചോദിക്കുന്നുണ്ടോ? യശ്വന്ത് വർമ്മ അലഹാബാദ് ഹൈക്കോടതിയിൽ വന്നാൽ ഞങ്ങളും മുട്ടുകാല് തല്ലി ഒടിക്കും എന്നൊക്കെ അവിടുത്തെ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ പറഞ്ഞിരുന്നു. ഒന്നും സംഭവിച്ചില്ല. യശ്വന്ത് ശർമ്മ അവിടെ ഇരിക്കുന്നു, അദ്ദേഹം വീണ്ടും കേസുകൾ കേൾക്കുന്നു, വിധി പറയുന്നു. ഈ വിധിയും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് ഫലത്തിൽ കപിൽ സിബലും അഭിഷേക് മനു സിംഘ്വിയും ഞാൻ മുൻ പറഞ്ഞ ആൾക്കാരുമൊക്കെയാണ്. ബേലായം ത്രിവേദിക്കെതിരെ റൈറ്റിങ്ങിൽ പരാതി കൊടുത്തിരുന്നു പ്രശാന്ത് ഭൂഷണും ദുഷ്യന്ത് ദവേയും. പ്രത്യേകം പരാതികൾ കൊടുത്തിരുന്നു. ചീഫ് ജസ്റ്റിസ് അത് പരിഗണിച്ചില്ല, വേറെ കാര്യം. ബട്ട് പരാതികൾ കൊടുത്തിരുന്നു. കാരണം അവരുടെ താളത്തിന് തുള്ളുന്നില്ലെങ്കിൽ അവർ പരാതി കൊടുക്കും, അവർ പെണ്ണ് കേസുണ്ടാക്കും. ബേലായം ത്രിവേദി സ്ത്രീയായി പോയതുകൊണ്ടും ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞതുകൊണ്ടും ലൈംഗികാരോപണം കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചില്ല. അതിൽ അവർ കുടുങ്ങിപ്പോയി. അല്ലെങ്കിൽ അവർ ഉറപ്പായിട്ടിത് ചെയ്യും. അവരെ അനുസരിക്കാത്ത ജഡ്ജിമാരെ അവരെ പാഠം പഠിപ്പിക്കും. അതിനുവേണ്ടി അവർ സകല രാഷ്ട്രീയ കക്ഷികളെയും വിശ്വാസത്തിലെടുക്കും. അങ്ങനെയാണ് കോൺഗ്രസ്സുകാരനായ കപിൽ സിബൽ കൂളായിട്ട് സമാജ്വാദി പാർട്ടിയുടെ വക്കീലായിട്ട് വരുന്നു. എങ്ങനെയാണ് സമാജ്വാദി പാർട്ടി കപിൽ സിബലിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്? സമാജ്വാദി പാർട്ടിയുടെ കേസുകൾ വാദിച്ചോളാം എന്ന് കണ്ടീഷൻ. കാശ് രാജ്യസഭയിൽ നിന്ന് ശമ്പളം കിട്ടും, അലവൻസ് കിട്ടും. അവിടെ വല്ലപ്പോഴും പോയി ഒന്ന് ഒപ്പിട്ടാൽ മതി. തലേ ദിവസം വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒപ്പിട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അഭിഷേക് മനു സിംഘ്വി കോൺഗ്രസിൻ്റെ ആളാണ്. അതുകൊണ്ട് വഖഫ് അമെൻമെൻറ്റ് കുന്തമൊക്കെ വന്നു കഴിയുമ്പോൾ സമാജ്വാദി പാർട്ടിയുടെ വക്കീൽ കപിൽ സിബൽ, ഒരു 10-15 കക്ഷികളുടെ വക്കീൽ കപിൽ സിബൽ, 10-20 കക്ഷികളുടെ വക്കീൽ അഭിഷേക് മനു സിംഘ്വി. ഇങ്ങനെയാണ് കേസുകൾ നടക്കുന്നത്. അവർ തീരുമാനിക്കുന്ന പോലെ പോകും. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, 1995 വഖഫ് ആക്ട്, ആ വഖഫ് ആക്ട് 2012 ഭേദഗതി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ ഭേദഗതിയെ പലരും എതിർത്തുകൊണ്ട് കേസിന് പോയി. അന്ന് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളിവിടെ വരണ്ട, നിങ്ങളൊക്കെ അതാത് ഹൈക്കോടതിയിൽ പൊക്കോന്ന് പറഞ്ഞു. അവർ പോയി. ഇപ്പോൾ അടുത്ത ഭേദഗതി വന്നു, 2024 ഭേദഗതി. ഈ ഭേദഗതി വന്നപ്പോൾ ഇതും കുറേ പേര് ചലഞ്ച് ചെയ്തു. അന്ന് ചലഞ്ച് ചെയ്തത് ഹിന്ദു വിഭാഗമായിരുന്നു, ഹൈക്കോടതി പോകാൻ പറഞ്ഞു. ഇപ്പോൾ ചലഞ്ച് ചെയ്തത് മുസ്ലിം വിഭാഗമാണ്, അതുകൊണ്ട് അത് കേൾക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഹിന്ദു വിഭാഗം എണീറ്റ് നിന്ന് പറഞ്ഞു, സാർ ഇതെന്താണ്? ഞങ്ങൾ 2012 ഭേദഗതി ചലഞ്ച് ചെയ്തപ്പോൾ നിങ്ങൾ ഹൈക്കോടതി പോകാൻ പറഞ്ഞു, ഞങ്ങൾ ഹൈക്കോടതി പോയി. ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരോടും ഹൈക്കോടതി പോകാൻ പറയണ്ടേ? ഒന്നുമില്ല, അതൊന്നും ശരിയാവില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉരുട്ടിപ്പരട്ടി കളിക്കാൻ നോക്കുന്നു. ഒടുവിൽ അവരുടെ 2 പെറ്റീഷൻ എടുത്തിട്ടുണ്ട്. എടുത്തു എന്ന് പറഞ്ഞിട്ട് സഞ്ജീവ് ഖന്നയുടെ ഓർഡറുണ്ട്. ബട്ട് കഴിഞ്ഞ ദിവസം BR ഗവായി നടത്തിയ ഹിയറിങ് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് അദ്ദേഹം അതിന് അനുകൂലിക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ആ ഓർഡർ മോഡിഫൈ ചെയ്യാനാണ് സാധ്യത. എന്തുമായിക്കോട്ടെ, സുപ്രീം കോടതിയിൽ നിന്ന് ചില പ്രത്യേക ആൾക്കാർക്ക്, ചില പ്രത്യേക വക്കീലന്മാർക്ക് ഒക്കെ ന്യായം കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു സംശയം ജനങ്ങളിൽ പരക്കെ ഉണ്ടായിരിക്കുന്നു. ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് ബേലായം ത്രിവേദിയുടെ ഈ യാത്രയയപ്പ് വേദിയും മാറിയിരിക്കുന്നു. കഷ്ടം എന്നല്ലാതെ എന്താ പറയുക? താങ്ക് യു.